മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിന്റെ 4 ടോപ്പിക്സ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ആനുവിറ്റി. ഇനി ഇതിൽ ഈ ചാപ്റ്ററിൽ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ ടോപ്പിക്സ് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോവാം. ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് പോവാം. എക്സസൈസിലൊന്നും ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല, പക്ഷെ എന്നാലും എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് പോവാം കേട്ടോ. ഫസ്റ്റ് വരുന്നതാണ് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ അസറ്റിന്റെയും മുകളിൽ വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്ത് കുറച്ച് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് റേറ്റിൽ നമ്മളതിങ്ങനെ അതിന്റെ വാല്യൂ കുറച്ച് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചെയ്യുന്നത്. ഈ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളൊരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഞാൻ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഫിക്സ്ഡ് ഇന്റർവെൽ ഓഫ് ടൈമിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ പുറത്ത് എന്ത് കിട്ടും? എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. ഇതിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാണ് ഓരോ ഫിക്സ്ഡ് ഇന്റർവെൽ ഓഫ് ടൈമിൽ. ആന്വിറ്റി പോലെ തന്നെ ഇൻട്രസ്റ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഈ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി റെഗുലറിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ സിങ്കിങ് ഫണ്ടിന്റെ കേസിൽ യൂസ് ചെയ്യാം. നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ബോറോയിങ്സ് അല്ലെങ്കിൽ കടം റിലേറ്റഡ് ആയിട്ട് വരുന്നതിന് മാത്രമേ നമ്മൾ പ്രസന്റ് വാല്യൂ യൂസ് ചെയ്യുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഫ്യൂച്ചർ വാല്യൂ ആണ് യൂസ് ചെയ്യുക. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ എന്താ യൂസ് ചെയ്യുക? ഫ്യൂച്ചർ വാല്യൂ ആണ് യൂസ് ചെയ്യുക. അത്രേ വരുന്നുള്ളൂ. ഓക്കെ അല്ല, അല്ലാതെ പുതിയ കൺസെപ്റ്റുകളോ കാര്യങ്ങളൊന്നും വരുന്നത് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഫ്യൂച്ചർ വാല്യൂ ആണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ 35-ലും അതേപോലെ തന്നെ എക്സാമ്പിൾ 37-ൽ അതിൽ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി റെഗുലറിന്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഡയറക്റ്റ് ആൻസർ കിട്ടും കേട്ടോ. ഇവർ തന്നിട്ടുള്ള സ്റ്റെപ്പ് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ ഇക്വേഷനിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടല്ലോ, 2 സ്റ്റെപ്പിൽ ഇക്വേഷൻ ചെയ്താൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കാൽക്കുലേറ്ററിൽ കൊടുക്കുക. ഈ 2 സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഒരു 3 ആപ്ലിക്കേഷൻസ് പഠിക്കാണ്ട്: ലീസിങ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് വാല്യൂ ഓഫ് ബോണ്ട്. ഇങ്ങനെ 3 ആപ്ലിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു അസറ്റ് ലീസിന് എടുക്കാണ്. ഇപ്പൊ എനിക്കിപ്പോ എന്റെ ബിസിനസ്സിന് കാർ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ 3 വർഷത്തേക്ക് കാർ ലീസിന് എടുക്കാണ്. എനിക്ക് അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ ലീസിന് എടുക്കാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ബെറ്റർ എന്ന് നോക്കുന്നതിനാണ് ലീസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കാർ പർച്ചേസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ കാർ ലീസിന് എടുക്കുന്നതാണോ, ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത്. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് വേർഷൻ ഇന്റർല് FM പഠിക്കാൻ കേട്ടോ. അവിടെ ജസ്റ്റ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് പറയുന്നത്. കാർ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ലീസിന് എടുക്കാം. ഇതിൽ ഏതായിരിക്കും ലാഭം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ലീസിന് എടുക്കുന്ന സമയത്ത് 3 വർഷം ഞാൻ അതിന് ലീസ് എമൗണ്ട് കൊടുക്കേണ്ടി വരും അല്ലെ. ലീസിന് തരുന്ന ആൾ, അസറ്റിന്റെ ഓണറിന് നമ്മൾ ലീസർ എന്ന് പറയും. അതേപോലെ തന്നെ എടുക്കുന്ന ആള് ലീസി എന്ന് പറയും കേട്ടോ. അസറ്റ് എടുക്കുന്ന ആള് ലീസി എന്ന് പറയും. ഓക്കെ, ആ പീരീഡിന് ലീസ് പീരീഡ് എന്ന് പറയും. ഓക്കെ അല്ല, റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 36-ൽ വരുന്നത്. ഓക്കെ അല്ല, അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി 3,60,000 ആവും. പക്ഷെ അതിന്റെ റെന്റ് വരുന്നത് പെർ ആനം പെർ ഇയർലി 1,05,000 ആണ്. 1,05,000 എന്ന് പറഞ്ഞാൽ 1,05,000 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരാം? 3,15,000. ഈ കോസ്റ്റിനെക്കാട്ടി കുറവല്ലേ? നമ്മൾ അസറ്റ് വാങ്ങിക്കുന്ന കോസ്റ്റിനെക്കാട്ടി കുറവല്ലേ നമ്മൾ ലീസിന് എടുക്കുന്നത്? പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരിക്കലും നമുക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റില്ല. അവിടെ ആനുവിറ്റി ആണ്. നമ്മൾ ആനുവലി ആണ് നമ്മൾ ഈ റെന്റ് കൊടുക്കുന്നത്. അതിന്റെ വാല്യൂവിന്റെ ഡിഫറൻസ് വരും. ഓക്കെ അല്ലെ? 40% ഇൻട്രസ്റ്റും വരുന്നുണ്ട്. 40% per annum കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിഫറൻസ് വരും. അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ലീസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലീസ് കണ്ടുപിടിക്കുക. ഇങ്ങനെയല്ല ചെയ്യേണ്ട. പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആനുവിറ്റിക്ക് 5,000 എന്ന് കൊടുക്കാം. ഐക്ക് 0.14, 1 + 0.14 raised to n എന്ന് പറഞ്ഞാൽ 3 ഇയർ എന്നല്ലേ പറഞ്ഞത്. 3 - 1 / 1 + 0.14 raised to 3. ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 3,16,473.4 എന്ന് കിട്ടും. ഇത് ആക്ച്വൽ കോസ്റ്റിനെക്കാട്ടി കൂടുതലല്ലേ? അപ്പൊ ലീസിങ് എന്താണ്? നഷ്ടമല്ല. നമ്മൾ ലീസിന് എടുക്കാണ്ടിരിക്കുന്നതല്ല നല്ലത്. നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതല്ല നല്ലത്. അപ്പൊ ലീസിന് എടുക്കാണ്ടിരിക്കുന്നത്. ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിനാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത്. അവിടെ ലീസിംഗിന്റെ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ആയിട്ട് 37-ൽ വരുന്ന ലീസിന് എടുക്കുന്നതാണോ പർച്ചേസ് ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് നോക്കുന്നത്. ഇനി അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോ ഞാൻ
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഒരു ഫേം ഉണ്ട്. ആ ഫേമിലേക്ക് വരുന്ന സമയത്ത് ഫേമിലുള്ള എംപ്ലോയീസ് ഉണ്ടാവില്ല, ആർട്ടിക്കിൾസ്, അതേപോലെ തന്നെ അതിന്റെ ഓഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എന്റെ ഫേമിൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ മോർണിംഗിലും ഈവനിങ്ങിലും ടീ ആൻഡ് കോഫി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അത് പുറത്തത്തെ ഒരു ടീമിന് കോൺട്രാക്ട് കൊടുക്കുന്നതാണ്, കാറ്ററിംഗ് ടീമിന് കോൺട്രാക്ട് കൊടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ടീ മേക്കർ, കോഫി മേക്കർ വാങ്ങി വെക്കുന്നതാണോ നല്ലത്? ഇതിൽ ഏതാണ് ലാഭം എന്ന് നോക്കുമല്ലോ. അതിനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ 38 നോക്കാം. A machine can be purchased for 15,000. Machine will be contribute 12,000 per year. ഓരോ വർഷം മെഷീൻ എനിക്ക് എത്ര രൂപയാണ് തരുന്നത്? 12,000 രൂപ വെച്ചിട്ട് എനിക്ക് തരുന്നുണ്ട്. അങ്ങനെ 5 വർഷമാണ് ആ മെഷീന്റെ യൂസ്ഫുൾ ലൈഫ്. 5 വർഷം എനിക്ക് 12,000 രൂപ വെച്ചിട്ട് തരുന്നുണ്ട്. ഇതിന്റെ ബോറോയിങ് കോസ്റ്റ് വരുന്ന 10% per annum കോമ്പൗണ്ട് ആനുവലി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യണോ വേണ്ട എന്നാണ് അർത്ഥം. 12,000 രൂപ വെച്ചിട്ട് 5 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 60,000 രൂപ ആയില്ലേ? ആ മെഷീൻ എനിക്ക് 60,000 രൂപ തരുന്നുണ്ട്. 50,000 രൂപ എനിക്ക് അത് വാങ്ങിക്കാനാവുന്നുള്ളൂ. അപ്പൊ 10,000 രൂപ എനിക്ക് ലാഭമല്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പൊ നമ്മളത് അവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാട്ടോ കാൽക്കുലേറ്റ് ചെയ്യാം. ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ എടുക്കുക. ഡയറക്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ ആട്ടോ യൂസ് ചെയ്യേണ്ടത്. എന്താ യൂസ് ചെയ്യേണ്ടത്? ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആനുവിറ്റി എന്ന് പറഞ്ഞാൽ ആനുവിറ്റിക്ക് എന്ത് കൊടുക്കുക? 12,000 എന്ന് കൊടുക്കുക. ഐക്ക് എന്ത് കൊടുക്കുക? 10% എന്ന് കൊടുക്കുക. എന്നിന് എത്ര കൊടുക്കുക? 5 എന്ന് കൊടുക്കുക. എന്നിട്ട് ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷനിൽ കൊടുക്കുക. എന്നിട്ട് എത്രയാണ് കിട്ടുന്നത് നോക്കുക. ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷനിൽ കൊടുത്താൽ 45,489.48 എന്ന് കിട്ടും. നമുക്കത് മെഷീൻ പർച്ചേസ് ചെയ്യാൻ എത്ര ആവുന്നുണ്ട്? 15,000 ആവുന്നു. അപ്പൊ ഇത് നഷ്ടമല്ല നമുക്ക്. അപ്പൊ ആ മെഷീൻ വാങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെയാണ് എക്സാമ്പിൾ 39. ഇതും ചെയ്ത് നോക്കട്ടോ. എക്സാമ്പിൾ 39 മെഷീന്റെ യൂസ്ഫുൾ ലൈഫ് 7 ഇയർ ആണ്, 10,000 ആണ്. 10,000 while another വേറൊരു മെഷീന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10,000 ആണ്, 5 ഇയർ ആണ് അതിന് വരുന്നത്, 8,000 റുപ്പീസ് ആണ് വരുന്നത്. ഫസ്റ്റത്തെ മെഷീന് സേവ് ചെയ്യുന്ന ലേബർ കോസ്റ്റ് 1,900 സേവ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മെഷീന് 2,200 സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് മെഷീനാണ് ലാഭം? അപ്പൊ രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ഫ്യൂച്ചർ വാല്യൂ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ ഇവർ ഇതിൽ കൊടുത്തുള്ള സ്റ്റെപ്പ് നോക്കണ്ട, അത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. ഫ്യൂച്ചർ വാല്യൂന്റെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഡയറക്റ്റ് വാല്യൂ കിട്ടും കേട്ടോ. ഈ വാല്യൂ കിട്ടും. ഇവിടെ അതേപോലെ തന്നെ ചെയ്യാം. ഇതിൽ ഏതാണ് അപ്പൊ ഏത് മെഷീൻ വാങ്ങിക്കുന്ന ലാഭം? ഫസ്റ്റത്തെ മെഷീൻ വാങ്ങിക്കുന്നതല്ല ലാഭം. ഇതിലല്ല കൂടുതൽ വരുന്നത്, ഇതിൽ കുറവല്ല വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റത്തെ ആപ്ലിക്കബിലിറ്റി ആണ് വാല്യൂ ഓഫ് ബോണ്ട്. വാല്യൂ ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു ബോണ്ട് പർച്ചേസ് ചെയ്യാണ്. എ ബോണ്ട് ഈസ് ഡെപ്റ്റ് സെക്യൂരിറ്റി ഇൻ വിച്ച് ദ ഇഷ്യൂർ ഓൺസ് ദ ഹോൾഡർ എ ഡെപ്റ്റ് ആൻഡ് ഈസ് ഒബ്ലിഗേറ്റഡ് ടു റീപേ ദ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. ബോണ്ട് ആർ ജനറലി ഇഷ്യൂഡ് ഫോർ എ ഫിക്സ്ഡ് ടേം ലോങ്ങർ ദാൻ 1 ഇയർ. ഓക്കെ അല്ലെ? ഒരു വർഷത്തിന് ഇപ്പൊ ഞാനൊരു 10,000 റുപ്പീസ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് എനിക്ക് ഇയർലി കിട്ടും. ഓക്കെ, അതിന്റെ ഇയർ എൻഡിൽ ഇപ്പൊ എത്ര 5 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ വർഷത്തിൽ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ അമൗണ്ട് തരും. ഈ ഒരു സിസ്റ്റത്തിനാണ് ബോണ്ട് എന്ന് പറയുന്നത്. പല ബോണ്ട് തന്നെ പല ടൈപ്പ് സ്കീം ഉണ്ട് കേട്ടോ. ചിലര് ഇൻട്രസ്റ്റ് ഇതെല്ലാം കൂടി ലാസ്റ്റിലായിരിക്കും തരാം. ഓക്കെ, ഇനിയിപ്പോ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ബോണ്ടും അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ പറയുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളും ആണ്. ഇൻട്രസ്റ്റ് ഉള്ള ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ആൻ ഇൻവെസ്റ്റർ ഇന്റൻഡഡ് പർച്ചേസിംഗ് എ 3 ഇയർ 1,000 പെർ വാല്യൂ ബോണ്ട് ഹാവിംഗ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 10%. അതിന്റെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 10% ആണ്. അറ്റ് വാട്ട് പ്രൈസ് ദ ബോണ്ട് മേ ബി പർച്ചേസ് നൗ ഇറ്റ് മെച്യൂർ അറ്റ് പാർ ആൻഡ് ദ ഇൻവെസ്റ്റർ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 14% ആണ്. ഓക്കെ, ഈ ബോണ്ടിന്റെ റേറ്റ് എത്ര വരുന്നത്? 10%. ഇപ്പൊ 1,000 ആണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ 10%, 100 വെച്ചിട്ടാണ് അവർക്ക് തരുന്നത്. പക്ഷെ ഇൻവെസ്റ്ററിന്റെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 40%. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ മണിന്റെ വാല്യൂ വരുന്നത് എത്ര ശതമാനം? 40% ആണ്. ഇൻഫ്ലേഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പൊ മണീന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 14%. അപ്പൊ ഞാനിപ്പോ പർച്ചേസ് ചെയ്യുന്നത് 3 വർഷത്തേക്കല്ല, 3 വർഷത്തേക്ക് കഴിഞ്ഞാൽ 14% ക്യാഷിന് ഡിഫറൻസ് വരും. അതാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് ആവശ്യമുള്ളത് 14% ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ വർഷം 100 കിട്ടുന്നുണ്ടല്ലോ, രണ്ടാമത്തെ വർഷം 100 കിട്ടുന്നുണ്ട്, മൂന്നാമത്തെ വർഷം 100 പ്ലസ് ഇത് ഒപ്പം ചെയ്താൽ മതി കേട്ടോ. 1 ഒപ്പം ചെയ്താൽ മതി. 1,000 ആൻഡ് 100 ഒപ്പം ചെയ്താൽ മതി. ഒറ്റ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. 100 ഡിവൈഡ് ബൈ 40% എന്നല്ല പറഞ്ഞത്. അപ്പൊ 1 പ്ലസ്
നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ റൈസ് ടു എൻ പ്ലസ് ഇൻട്രസ്റ്റ് 1 പ്ലസ് ഐ റൈസ് ടു എൻ. അങ്ങനെ ലാസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ റൈസ് ടു എൻ ആണ് ചെയ്യേണ്ടത്. ഇതാണ് വാല്യൂ ഓഫ് ബോണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. മോക്ക് ടെസ്റ്റ് പേപ്പറിലാണെന്നുണ്ടെങ്കിലും പ്രീവിയസ് ഇയറത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്നുണ്ടെങ്കിലും കണ്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെ ഒരു വാല്യൂ ഓഫ് ബോണ്ട് കാണേണ്ടത് ഈ ഒരു മെത്തേഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇന്റർലേക്ക് പോകുന്ന സമയത്ത് ഇത് ആവശ്യം വരും. ഓക്കെ അല്ലെ? 1 പ്ലസ് 0.14 ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എന്നിന് 1 എന്ന് കൊടുക്കുക, സെക്കൻഡ് ഇയർ ആകുമ്പോൾ 2 എന്ന് കൊടുക്കുക, തേർഡ് ഇയർ ആകുമ്പോൾ 3. ഇത് ഒപ്പം ചെയ്താൽ മതി കേട്ടോ, ഒപ്പം ചെയ്താൽ മതി. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് കിട്ടും, ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് കിട്ടും, ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് കിട്ടും, ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് കിട്ടും. ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല കേട്ടോ, ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ഈ വാല്യൂ കിട്ടും. ഇത് ആഡ് ചെയ്തപ്പോൾ 907.125 ആണ്. നമ്മൾ വാങ്ങിക്കുന്നത് എത്രക്കാണ്? 1000. നമ്മളെ വാല്യൂ എത്ര വരുന്നത്? 9007.125 ആണ്. അപ്പൊ അത് നഷ്ടമല്ല, ബോണ്ട് വാങ്ങാണ്ടിരിക്കുന്നതല്ല നല്ലത്. ഓക്കെ അല്ലെ? ഇപ്പൊ ഞാൻ ഫസ്റ്റ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്താന്ന് നോക്കി, പിന്നെ ആപ്ലിക്കേഷൻ ആണ് നോക്കിയിട്ടുള്ളത്. ആപ്ലിക്കേഷനിൽ 3 പഠിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫസ്റ്റ് ലീസാണ് പഠിച്ചിട്ടുള്ളത്. ലീസ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പ്രസന്റ് വാല്യൂ ആണ് യൂസ് ചെയ്യാന്ന് പഠിച്ചു. പിന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ എന്തെങ്കിലും ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നല്ലതാണ്, നമുക്ക് ലാഭം ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുന്നത്. അവിടെ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ, ഇൻവെസ്റ്റ്മെന്റ് അല്ല, അവിടെ ഫ്യൂച്ചർ വാല്യൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വാല്യൂ ഓഫ് ബോണ്ട് ആണ് നോക്കിയിട്ടുള്ളത്. വാല്യൂ ഓഫ് ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ ബോണ്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ അത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നോക്കുക. അതിന് ഉള്ള മെത്തേഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത്രയാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് പെർപ്പച്യൂറ്റി. പെർപ്പച്യൂറ്റി എന്ന് മോക്ക് ടെസ്റ്റ് പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് നോക്കി വെക്കുക കേട്ടോ. പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ആന്യൂറ്റിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും എന്തുണ്ട്, അത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇയർ പറയുന്നുണ്ട്. ഇപ്പൊ 3 ഇയർ, 4 ഇയർ അല്ലെങ്കിൽ 5 ഇയർ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അല്ലെ. ഇനി അങ്ങനല്ല, ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുക. പെൻഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഡെത്ത് ആവുന്നവരെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുക. നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നത് ഇത്ര വർഷം വരെയാണ് പെൻഷൻ കൊടുക്കുക, അല്ലെ ഇത്ര വർഷം വരെ എന്ന് പറയില്ലല്ലോ. അവരുടെ ഡെത്ത് വരെ അത് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ പെർപ്പച്യൂറ്റി യൂസ് ചെയ്യാം അല്ലെ. പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്, എത്രയാണ് എമൗണ്ട്, അത് ഫിക്സഡ് ആയിരിക്കും. എല്ലാ ഇയറിലും ആനുവലി ഇങ്ങനെ ആന്യൂറ്റി പോലെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് R/I. പെർപ്പച്യൂറ്റിന്റെ ഇക്വേഷൻ ആണ് R/I. ഓക്കെ അല്ലേ? പെർപ്പച്യൂറ്റിന്റെ ഇക്വേഷൻ വരുന്നത് R/I ആണ് കേട്ടോ. ഇനി പെർപ്പച്യൂറ്റി തന്നെ ഗ്രോയിങ് പെർപ്പച്യൂറ്റി ഉണ്ട്. ഗ്രോയിങ് പെർപ്പച്യൂറ്റിന്റെ ഇക്വേഷൻ വരുന്നത്, ഗ്രോയിങ് പെർപ്പച്യൂറ്റി എന്താന്നുള്ളത് പറഞ്ഞുതരാം. പെർപ്പച്യൂറ്റി എന്ന് പറഞ്ഞാൽ R/I ആണ്. അതിൽ R എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് റെസിപ്റ്റ്, നമ്മൾ എന്താ പേ ചെയ്യുക അല്ലെങ്കിൽ റെസിപ്റ്റ് ചെയ്യുക ചെയ്യുന്നതിനാണ് R എന്ന് പറയുന്നത്. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ അല്ല, അത് പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിട്ട് ഇങ്ങനെ മീൻസ് ഇങ്ങനെ അതിന് എൻഡില്ല, നമുക്ക് സ്പെസിഫൈ ചെയ്ത എൻഡില്ലാത്ത സിറ്റുവേഷനാണ് നമ്മൾ പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത്. ഇനി ഗ്രോയിങ് പെർപ്പച്യൂറ്റി ഉണ്ട്. ഗ്രോയിങ് പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത് ഇപ്പൊ പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷത്തിലും ഈക്വൽ, ഇപ്പൊ 10,000 ആണ് പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും 10,000 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലെ. പക്ഷെ ഇത് ഡിഫറൻസ്, ഈ 10,000 ഇൻക്രീസ് ഉണ്ട്. ഫസ്റ്റത്തെ വർഷം എനിക്ക് 10,000 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നത്തെ വർഷം എനിക്ക് 11,000, പിന്നെ 12,000 ആൻഡ് 100, പിന്നെ 13,000 ആൻഡ് 210 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിനൊരു ഇൻക്രീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത്. അതിനാണ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത്. ഗ്രോയിങ് പെർപ്പച്യൂറ്റിന്റെ ഇക്വേഷൻ ആണ് R/I മൈനസ് G. R/I മൈനസ് G. ഓക്കെ അല്ലെ? രണ്ട് സിറ്റുവേഷനും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. R/I മൈനസ് G. R എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് ആണ്. നമുക്ക് കിട്ടുന്ന അല്ല, നമ്മൾ കൊടുക്കുന്ന ആനുവലി കിട്ടുന്ന ആനുവിറ്റി ഉണ്ടല്ലോ, അതിനെ തന്നെ R എന്ന് ഡിനോട്ട് ചെയ്യുന്ന. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്, G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് റേറ്റ്. നേരത്തെ ഞാൻ 10% ഇൻക്രീസ് ചെയ്യുന്ന 10,000, പിന്നെ 11,000, ഇതെന്താണ് 10% ഇൻക്രീസ് ആയിക്കൊണ്ടേ വരുന്നതാണ് അല്ലെ. അതേപോലെ എന്താണ് ഇപ്പൊ ജിക്ക് എന്തെടുക്കുക 10%, ഇതിൽ എന്താ എടുക്കുക 10%. 10% എന്ന് പറഞ്ഞാൽ 0.1 ആണ് ജിന്റെ വാല്യൂ ആക്കിയിട്ട് എടുക്കുക. ഓക്കെ അല്ലെ? ഇതാണ്, ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ വരുന്ന കൺസെപ്റ്റ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിച്ചു, പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ചു, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പഠിച്ചു, ആനുവിറ്റി പഠിച്ചു. ആനുവിറ്റിയിൽ ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ, ആനുവിറ്റി റെഗുലറും ഡ്യൂവും പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പഠിച്ചു, സിംഗിങ് ഫണ്ട് പഠിച്ചു. ആപ്ലിക്കേഷനിൽ വരുന്നതാണ് വാല്യൂ ഓഫ് ബോണ്ട്,
ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ലീസ്, ഇങ്ങനെ മൂന്നെണ്ണം പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെർപെക്സിറ്റി പഠിച്ചു, പെർപെക്സിറ്റി വിത്ത് ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതിന്റെ ലാസ്റ്റത്തെ എക്സസൈസ് കൂടി ഒന്ന് ചെയ്യാം. ഒരു 8 ക്വസ്റ്റ്യൻസ് ഉള്ളൂ, പെട്ടെന്ന് കഴിയേ. എക്സസൈസ് 4D, എക്സസൈസ് 4Aയും 4Bയും ചെയ്തിട്ടുണ്ട്. ഇനി എക്സസൈസ് 4D ആയിട്ട് വരുന്നത്. എ എന്ന് പറഞ്ഞാൽ 5200, ആർ എന്ന് പറഞ്ഞാൽ 5%, ടി എന്ന് പറഞ്ഞാൽ 6 ഇയർ, പി വിൽ ബി. ഇവിടെ എന്താണ് ആന്യൂറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് എന്താണെന്നാണ് നമ്മൾ അസ്യൂംഷൻ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. എമൗണ്ട് 5200 ആണെന്ന് പറയുന്നുണ്ട്. ടൈം 6 ഇയർ ആണെന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് 5200 അല്ലേ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%, ടൈം 6 ഇയർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ പുസ്തകത്തിലേക്ക് പോയപ്പോൾ ഇപ്പോൾ 2000 ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ 2000 ആണെന്നുണ്ടെങ്കിൽ 2000 ആണ് പ്രിൻസിപ്പൾ എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, അപ്പോൾ പ്ലസ് ചെയ്യരുത് കേട്ടോ. ഇൻറ്റു 5% ചെയ്താൽ 1 ഇയറിലേക്ക് കിട്ടി, ഇൻറ്റു 6 ചെയ്താൽ 6 വർഷത്തേക്ക് കിട്ടി. ഇത് ഇൻട്രസ്റ്റ് ആണ് കിട്ടാം അല്ലെ. 2000 ഇൻറ്റു 5% ഇൻറ്റു 6 എന്ന് ചെയ്താൽ 600 എന്ന് കിട്ടി. ഇത് ഇൻട്രസ്റ്റ് അല്ലേ. പ്ലസ് 2000 ചെയ്താൽ 2600. ഇതല്ലല്ലോ നമ്മൾ എമൗണ്ട് 5200 അല്ലേ, അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്ത് 3818 3818 ഇൻറ്റു 5% ചെയ്താൽ 1 ഇയറിലേക്ക് കിട്ടി, ഇൻറ്റു 6 ചെയ്താൽ 6 വർഷത്തേക്ക് കിട്ടി. ഇതെന്താണ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത്? എന്താണ്? ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത് അല്ലെ. 1164 1164 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അതിലേക്ക് 3818 ആഡ് ചെയ്താലാണ് ടോട്ടൽ എമൗണ്ട് കിട്ടുക അല്ലെ. ടോട്ടൽ എമൗണ്ട് 5044 എന്ന് കിട്ടും. 5044 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. അപ്പൊ എന്തായാലും ഓപ്ഷൻ ബിയും അല്ല. അല്ലല്ലോ. 1164 പ്ലസ് 3880 5044. നമ്മൾ എമൗണ്ട് എത്രയാണ്? 5200 എന്നാണ് പറയുന്നത്. 3818 അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ 3000 ആയിരിക്കും? ഒരിക്കലായിരിക്കില്ല. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള 5000 കുറവാണ്. അപ്പൊ എന്തായാലും 3000 അല്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ് വരാം. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് P is equal to 1000, N is equal to 4 year, R is equal to 5% per annum, then compound interest will be. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാൽക്കുലേറ്റർ എടുക്കുക, 1000 കൊടുക്കുക, 5% 4 പ്രാവശ്യം കൊടുക്കുക, പ്ലസ് 5%, പ്ലസ് 5%, പ്ലസ് 5%, പ്ലസ് 5%. 4 പ്രാവശ്യം കൊടുക്കുമ്പോൾ 1215.50. ഇത് ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1000 മൈനസ് ചെയ്യണം. ഇത് എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ട് 1000 മൈനസ് ചെയ്താൽ 215.5 എന്ന് കിട്ടും. The time in which a sum of money will be double at 5% per annum, compound interest is. ഇതിൽ പ്രിൻസിപ്പൾ ഒന്നും തന്നിട്ടില്ല. ഒരു എമൗണ്ട് ഡബിൾ ആവാൻ വേണ്ടി 5% വെച്ചിട്ട് എത്ര വർഷം എടുക്കും എന്നാണ് ചോദിക്കുന്നത് അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്താ? A is equal to P into 1 plus I raised to n. ഞാൻ പ്രിൻസിപ്പൾ എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് ആണെന്ന് അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ ഞാൻ 1000 ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ 2000 ആവണ്ടേ. 1 പ്ലസ് ഐന്റെ റേറ്റ് തന്നിട്ടുണ്ട് 0.05. n ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. n ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ അല്ലെ. n ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 1000 ഇൻറ്റു അല്ല ഡിവൈഡ് ബൈ ആവുന്ന സമയത്ത് 2000 ഡിവൈഡ് ബൈ 100 എന്ന് വരും. 2000 divided by 100 is equal to 1.05 raised to n എന്നായി. That means 2 is equal to 1.05 raised to n എന്നായി. ഇതിൽ n-ന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തതാണ്. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 2 is equal to 1.05 raised to n എന്ന് ചെയ്തതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. 1.05 into equal to കൊടുക്കുമ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് 2 വരുന്നത് നോക്കാം. 15ാമത്തെ പ്രാവശ്യം വരുമ്പോൾ തന്നെ 2 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? 14 ആണെന്നാണ്. n 14 ആണെന്നാണ് നമ്മുടെ അസംഷൻ. 14 എന്ന് വരുന്ന സമയത്ത് മൂന്നാമത്തെ ദിവസം 14.2. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് ആയിട്ട് 14.2 എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലോഗ് എടുക്കുക. ലോഗ് എടുത്തിട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ സെയിം മെത്തേഡ് ആണ് കേട്ടോ. നേരത്തെ തൊട്ട് മുന്നത്തെ പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ.
ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഇക്വൽ ടു 10,000, എൻ ഈസ് ഇക്വൽ ടു 18 ഇയേഴ്സ്, ആർ ഈസ് ഇക്വൽ ടു 4% പെർ ആനം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പി വിൽ ബി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതിന് പറയേണ്ട ആവശ്യമില്ല, പി പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ക്വസ്റ്റില് പ്രിൻസിപ്പൾ ആണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ക്വസ്റ്റിലേക്ക് എടുത്താൽ മതി. 4,000 ആണെന്നുണ്ടെങ്കിൽ 4,000 പ്ലസ് 4% 18 പ്രാവശ്യം അടിക്കാം. അപ്പോൾ 10,000 വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ 4,900 നോക്കാം, 4,500 കൊടുക്കാം, 4,936.3. ഓക്കെ, അത് കൊടുത്തിട്ട് ഏത് ചെയ്യുമ്പോഴാണ് 10,000 വരുന്നതെന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓരോന്നും 18 പ്രാവശ്യം 4% അടിച്ച് നോക്കിയിട്ട് കിട്ടുന്ന നോക്കാം. നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റിന്റെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. The time by which a sum of money would triple itself at 8% per annum compound interest is. അപ്പൊ ഈ ചെയ്തില്ലേ, ഇതിന്റെ വേറൊരു വേർഷൻ 3 ടൈം ആവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് എ ഇസിക്കൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ റേസ് ടു എൻ അല്ലേ. ഓക്കെ, പി 1000 ആണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് ഐ എത്ര 8% എന്ന് പറഞ്ഞിട്ടുള്ളത് 0.08 റേസ് ടു എൻ. ത്രിബിൾ ആവാന്ന് പറഞ്ഞാൽ 300 ആവാന്നല്ല അർത്ഥം. ത്രിബിൾ ആവാന്ന് പറഞ്ഞാൽ 300 ആവാം. ഓക്കെ, ഈ 100 ഇങ്ങോട്ട് വരുന്ന സമയത്ത് 300 divided by 100 is equal to 1.08 raised to n. 1.08 into equal to കൊടുക്കുന്ന സമയത്ത് എത്രാമത്തെ പ്രാവശ്യമാണ് 3 വരാന്നാണ് നോക്കേണ്ടത് അല്ലെ. എത്രാമത്തെ പ്രാവശ്യമാണ് 3 വരാന്നുള്ളത് നോക്കണം. മുകളിൽ 15 എന്ന് വരുന്ന സമയത്താണ് 3 വരുന്നത്. മുകളിൽ 15 എന്ന് വരുന്ന സമയത്താണ് 3 വരുന്നത്. അപ്പോ 14 ആയിരിക്കും. എന്നിന്റെ വാല്യൂ വരുന്നത് 14 ആയിരിക്കും അല്ലെ. എന്നിന്റെ വാല്യൂ വരുന്നത് 14 ആയിരിക്കും. 14 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും 14 അപ്പൊ നമുക്ക് സ്പെസിഫൈ ചെയ്ത് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെ ചെയ്യണം, ലോഗ് എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ലോഗ് എടുത്തിട്ട് തന്നെ ചെയ്യണേ. 3 ഇസിക്കൽ ടു 1.08 റേസ് ടു n ആണ്. ലോഗ് എടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ ലോഗ് കൊടുക്കുക. ലോഗ് 1.08 റേസ് ടു n ആണ്. ലോഗ് 3 ഈ n നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റും. n ലോഗ് 1.08 എന്നായി. എന്നിന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഓൾറെഡി ലോഗ് 3 ഉണ്ട്. ഈ ലോഗ് 0.18 ഈക്വൽ ടു ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് ഇൻറ്റു ആണ്. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ ലോഗ് 1.08 എന്നായി. കാൽക്കുലേറ്റർ എടുക്കുക. ഫസ്റ്റ് 1.08 അടിക്കുക, 12 പ്രാവശ്യം റൂട്ട് അടിക്കുക, 12 പ്രാവശ്യം റൂട്ട് അടിക്കുക, -1 ചെയ്യുക, m പ്ലസ് അടിക്കുക, മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂമറേറ്ററിൽ 3 അല്ല ഉള്ളത്, പിന്നെ 3 എടുക്കുക, 12 പ്രാവശ്യം റൂട്ട് അടിക്കുക, -1 ചെയ്യുക, ഡിവൈഡ് ബൈ MRC ചെയ്യുക, 14.28 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഈ സ്റ്റെപ്പ് ഇതേപോലെ തന്നെ ചെയ്യട്ടോ. കാൽക്കുലേറ്ററിൽ 1.8 എടുക്കുക, 12 പ്രാവശ്യം റൂട്ട് അടിക്കുക, -1 ചെയ്യുക. ഞാൻ ചെയ്യണോ? 1.08 എടുക്കുക, 1.08 എടുക്കുക, 1 2 3 4 5 6 7 8 9 10 11 12 12 പ്രാവശ്യം അടിക്കുമ്പോൾ 1.00000 എന്ന് കിട്ടും. -1 ചെയ്യുക, എന്നിട്ട് അത് m പ്ലസ് അടിച്ചിട്ട് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് 3 എടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12 പ്രാവശ്യം അടിക്കുമ്പോൾ 1.000002685 എന്നുള്ള വാല്യൂ കിട്ടും. -1 ചെയ്യാം. ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടോ. ഇനി ഡിവൈഡഡ് ബൈ MRC, ന്യൂമറേറ്ററിൽ സേവ് ചെയ്ത് വെച്ചത് ഡിവൈഡ് ബൈ MRC ചെയ്യാം. 14.276 എന്ന് വരും. 14.276 എന്ന് വരും. ഇത് 2 ഡെസിമൽ അല്ലേ ഉള്ളൂ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 14.28 എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആറാമത്തെ ക്വസ്റ്റ്യന്, ദ പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആന്വിറ്റി ഓഫ് 18 a year for 20 years at 5% per annum is. ദ പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആന്വിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? പ്രസന്റ് വാല്യൂ ഈസ് ഇക്വൽ ടു a by i into 1 plus i raised to n minus 1 divided by 1 plus i raised to n. ഇതല്ല ഇക്വേഷൻ വരുന്നത്. ഇതിൽ നമ്മളോട് എന്താ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പ്രസന്റ് വാല്യൂ ഈസ് ഇക്വൽ ടു ആന്വിറ്റി എത്രയാണെന്ന് പറയുന്നത് 18 ആണെന്നാണ് പറയുന്നത്. ആന്വിറ്റി എത്രയാണെന്ന് പറയുന്നത് 18 ആണെന്നാണ് പറയുന്നത്. 18 ഡിവൈഡഡ് ബൈ
ഐ എന്ന് പറയുന്നത് 5%, 0.05. 1 + 0.05 റേസ് ടു n എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 20 - 1 20 - 1 divided by 1 + 0.05 raised to 20. ഓക്കെ അല്ലേ? ഇതിൽ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് 1 + 1.05 ഇൻറ്റു ഈക്വൽ ടു മുകളിൽ 21 വരുന്ന വരെ ഈക്വൽ ടു കൊടുക്കുക. m+ അടിക്കുക, മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുക. പിന്നെ 1.05 ആ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്ററിൽ ഉണ്ടാവില്ല, -1 ചെയ്യുക, ഡിവൈഡഡ് ബൈ MRC ചെയ്യുക, ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 0.05 ചെയ്താൽ പ്രസന്റ് വാല്യൂ കിട്ടും. 997, ഓപ്ഷൻ എ 997 എന്ന് വരും. ഓക്കെ അല്ലേ? നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റിന് സെയിം മെത്തേഡ് തന്നെ കേട്ടോ. എ പേഴ്സൺ ബോട്ട് എ ഹൗസ് പേയിങ് 20,000 ക്യാഷ് ഡൗൺ ആൻഡ് 4,000 അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ ഫോർ 25 years at 5% per annum compound interest. The cash down price is. ഇതില് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ നിന്നാണ് ക്വസ്റ്റ്യന്. ഇതിൽ ആന്യൂറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ? അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ എന്ന് പറയുന്നുണ്ട് അല്ലെ? ഈച്ച് ഇയർ എന്ന് പറയുന്നുണ്ട്. ഈച്ച് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ആന്യൂറ്റി അല്ല. അപ്പൊ ആന്യൂറ്റി ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി അത് പ്രസന്റ് വാല്യൂ ആണ്, ഫ്യൂച്ചർ വാല്യൂ ആണോ? പേഴ്സൺ ബോട്ട് എ ഹൗസ് പേയിങ് 20,000 ക്യാഷ് ഡൗൺ പേയ്മെന്റ്. ഇതൊരു ഡെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അല്ല, ഡൗൺ പേയ്മെന്റ് 20,000 കൊടുത്തു, പിന്നെ അടുത്ത 4,000 വെച്ചിട്ട് എല്ലാ വർഷവും കൊടുത്ത് വീട്ടാണ് ചെയ്യുന്നത് അല്ലെ? എല്ലാ വർഷവും കൊടുത്ത് വീട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. പ്രസന്റ് വാല്യൂ ഇക്വേഷൻ എടുക്കുക. ഇത് 4,000 എൻഡ് ഓഫ് ഈച്ച് ഇയർ 25 years. അപ്പൊ n എത്ര വരാം? 25 വരും. ഐ എത്ര വരാം? 5 വരും. കോമ്പൗണ്ട് ദ ക്യാഷ് ഡൗൺ പ്രൈസ് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡൗൺ പ്രൈസ് എത്രയാണ് വരാന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഡൗൺ പ്രൈസ്, ക്യാഷ് ഡൗൺ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് വാല്യൂന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4,000 കൊടുക്കുക, അപ്പൊ ഒരു വാല്യൂ കിട്ടും അല്ലെ? പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷനിൽ കൊടുത്താൽ, പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. PV = A/I × 1 + I raised to n - 1. ഇത് ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും അല്ലെ? പക്ഷെ നമ്മളോട് ചോദിച്ചുള്ള ക്യാഷ് ഡൗൺ പേയ്മെന്റ്, ഈ കിട്ടുന്ന ആൻസർ അല്ല നമുക്ക് കൊടുക്കേണ്ടത്. അവര് അല്ലാണ്ട് 20,000 വേറെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന ആൻസറിലേക്ക് ഈ 20,000 കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ഓപ്ഷനിലുള്ള ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ വെച്ചിട്ട് 4,000 എക്ക് 4,000 ഐക്ക് 5%, n 25 കൊടുത്തിട്ട് ചെയ്യാം. ചെയ്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിലേക്ക് 20,000 കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മൾ ഓപ്ഷനിലുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് ശ്രദ്ധിക്കണം കേട്ടോ. ക്യാഷ് ഡൗൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടല് അതിന്റെ ഹൗസ് വാങ്ങാൻ എത്ര പ്രൈസ് ആയി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് നമ്മൾ 20,000 കൊടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യന്, എ മാൻ പർച്ചേസ് എ ഹൗസ് വാല്യൂഡ് അറ്റ് 3 lakh. He paid 2 lakh at the time of purchase and agreed to pay the balance with interest at 12% per annum compounded half yearly in 20 equal half year installment. If the first installment is paid after 6 months from the date of purchase, then the amount of each installment is. ആന്യൂറ്റി ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ഓരോ ഇൻസ്റ്റാൾമെന്റിൽ എത്ര വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആന്യൂറ്റി എന്ന് പറയുന്ന സമയത്ത് പ്രസന്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ നമ്മളവിടെ കൊടുക്കേണ്ടത്? പ്രസന്റ് വാല്യൂ. ബിക്കോസ് ഇവിടെ ഡെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് അടിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ ആയിട്ട് യൂസ് ചെയ്യുക. പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷനിൽ ആന്യൂറ്റി ആണ് ചോദിച്ചത്. ഇവരിവിടെ ലോഗ് ഇതൊക്കെ തരും. ഇത് വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തരുന്ന കേട്ടോ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ എടുക്കുക. A/I × 1 + I raised to n - 1/1 + I raised to n അല്ലേ? ഇതിൽ നമ്മളോട് ആന്യൂറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ആന്യൂറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഐന്റെ വാല്യൂ എത്രയാണ്? 12% എന്ന് കൊടുക്കുക. എന്നിന്റെ വാല്യൂ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഹാഫ് ഇയർലി ഇൻ 20 ഈക്വൽ ഹാഫ് ഇയർ ഇൻസ്റ്റാൾമെന്റ്. 20 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 20 ഇയർ എന്നല്ല പറയുന്നത്. 20 ഇയർ എന്നാണ് പറയുന്നത്. നമ്മൾ എന്നെ എത്ര എടുക്കണം? 14 എടുക്കണം. ഹാഫ് ഇയർ വെച്ചിട്ട് 20 വർഷത്തേക്ക് 40 ഉണ്ടാവും. പക്ഷെ ഇവര് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 20 ഈക്വൽ ഹാഫ് ഇയർ ഇൻസ്റ്റാൾമെന്റ് എന്ന്. അപ്പൊ എന്നിന് എന്ത് കൊടുത്താൽ മതി? 20 എന്ന് കൊടുത്താൽ മതി. ഐക്ക് എത്ര വരാം? 0.12. ഓക്കെ, ഇത് വെറുതെ അവർ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് പറയുന്നുള്ളൂ, ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യന്റെ സെയിം മെത്തേഡ് തന്നെ കേട്ടോ വരുന്നത്. എക്സ്ട്രാ ഒരു മെത്തേഡ് വരുന്നത്. N20 ഐ 0.12. എന്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
പ്രസന്റ് വാല്യൂന്റെ വാല്യൂ എത്ര ആയിരിക്കും കൊടുക്കുക? 3 lakh ആണ് ഹൗസിന്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ 3 lakh പ്രസന്റ് വാല്യൂക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രസന്റ് വാല്യൂ നമ്മൾ 2 lakh ഓൾറെഡി നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്ര വരുന്നത്? 1 lakh വരുന്നത്. നമ്മൾ പ്രസന്റ് വാല്യൂക്ക് 1 lakh എന്ന് കൊടുത്താൽ മതി. ഓക്കെ അല്ലെ? ഈ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടും. വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ അല്ലെ? അപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നിട്ടുള്ള ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്ത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്ന I=PRT ആണ്. നമ്മൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇൻറ്റു പെർസെന്റേജ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്ന A=P × 1 + I/n ആണ്. പക്ഷെ അതിന് പകരം നമ്മൾ കാൽക്കുലേറ്റർ ഡയറക്റ്റ് +% കൊടുത്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1 + I/n - 1 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിപ്രിസിയേഷൻ വരുന്ന കേസിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. A = P × 1 - R/n 1 - R/n ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായില്ല. A എന്താണ്, P എന്താണ്, R എന്താണ്, N എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഡിഫറൻസ് ചോദിക്കുന്ന സമയത്ത് 2 വർഷത്തേക്കാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ PI², 3 വർഷത്തേക്കാണ് ചോദിക്കുന്നുണ്ട് PI² × 3 + I. അതിന്റെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബഡ്സുള്ള ആന്വിറ്റി എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ആന്വിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലറും ഉണ്ട്, ഡ്യൂ ഉണ്ട്. ആന്റി റെഗുലർ ഉണ്ട്. ഫ്യൂച്ചർ വാല്യൂന്റെ ഇക്വേഷൻ A/I × 1 + I/n - 1. ഫ്യൂച്ചർ പ്രസന്റ് വാല്യൂന്റെ ഇക്വേഷൻ A/I × 1 + I/n - 1 / 1 + I/n. ഈ രണ്ട് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ബൈ ഹാർട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ A എന്ന് പറഞ്ഞാൽ ആന്വിറ്റി ആണെന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെർപ്പച്യൂറ്റിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ R/A. R എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് അല്ലെങ്കിൽ റെസിപ്റ്റ്. ദാറ്റ് മീൻസ് ആന്വിറ്റി എന്നാണ് അവിടെ R ആയിട്ട് എടുക്കുക. പിന്നെ ഗ്രോയിങ് പെർപ്പച്യൂറ്റി ആണെന്നുണ്ടെങ്കിൽ R/1 - G ആയിരിക്കും വരാം. ഓക്കെ അല്ലെ? പിന്നെ അതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസും സിങ്കിങ് ഫണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ ഇരുന്ന് ചെയ്ത് നോക്കുക. ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ ഇരുന്ന് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. എവിടെയെങ്കിലും സ്റ്റെക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം റിവൈസ് ചെയ്യുക. ഓക്കെ അല്ലേ?